കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് നടപടി. SFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു എന്ന് റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി 24നോട് വെളിപ്പെടുത്തിയിരുന്നു. പ്രകോപനമില്ലാതെ ബെൽറ്റ് കൊണ്ട് അടിച്ചെന്നും യൂണിയൻ ഓഫീസിൽ മുട്ടുകുത്തിച്ച് നിർത്തിയെന്നും വിദ്യാർത്ഥി പറയുകയാണ്. ഞാൻ എൻ്റെ കൂട്ടരെ അഭിഷേകം കൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ നമ്മുടെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് അടിക്കുമായിരുന്നു. ആ അടിയുടെ ഇടയ്ക്ക് അഭിഷേക് അങ്ങ് പ്രിൻസിപ്പൽ ഓഫീസിൽ ഓടി കയറി. അപ്പോൾ ഞാൻ മാത്രമായപ്പോൾ എന്നെ മാത്രം ഇട്ട് അവിടെ കുറേ അടിച്ച് മുളയൊക്കെ എടുത്ത് എൻ്റെ തലയിലടിച്ച്, പിന്നെ ബെൽറ്റൊക്കെ ഊരി എൻ്റെ ഇവിടെ മുഖത്തൊക്കെ അടിച്ച് കുറേ ഇടിയാന്ന്, നെഞ്ചിലും മുഖത്തും തലയിലൊക്കെ കുറേ ഇടിയാന്ന്. SFIയുടെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. മുട്ടുകുത്തി നിന്നില്ലെങ്കിൽ മുട്ടുകാൽ തല്ലി അടിക്കുമെന്ന് പറഞ്ഞു. മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പ് എടുത്ത് കയ്യിലുണ്ടായിരുന്നു. വെള്ളം കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് തന്നില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു പെട്ടെന്നൊരു ചാട്ടം കൊണ്ട് തന്നപ്പോൾ ഫുൾ ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ ഫുൾ ബോട്ടിൽ നിന്ന് പകുതി വെള്ളം കളഞ്ഞിട്ട് മുക്കാൽ ഭാഗം കളഞ്ഞിട്ട് ബാക്കി വാണ്ടെടുത്തിട്ട് തുപ്പി ഒഴിക്കുകയായിരുന്നു. ലാസ്റ്റ് ഒരു അടപ്പിൻ്റെ അത്രയാണ് തുപ്പിയ വെള്ളം കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് എനിക്ക് കുടിക്കാൻ കൊണ്ട് തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് കുടിച്ചില്ലെങ്കിൽ തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനത് കുടിച്ച്. റാഗിങ്ങിൽ പ്രതികൾക്കെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് നീക്കം. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, യൂണിയൻ ഓഫീസിൽ കൊണ്ടുപോയി മുട്ടുകുത്തിച്ച് നിർത്തി ഈ പറയുന്ന ഭീഷണിപ്പെടുത്തി തലക്കടിക്കൂ എന്നൊക്കെ പറഞ്ഞു, ബെൽറ്റൂരി അടിച്ചു എന്നൊക്കെ പറയുന്നത് റാഗിങ്ങിന് മുകളിൽ നിൽക്കുന്ന ക്രൂരകൃത്യമാണ്. അജീഷ്, കാശ്മീർ അങ്ങനെ തന്നെയാണ്. അതിക്രൂരമായിട്ടാണ് ഈ രണ്ട് വിദ്യാർത്ഥികളെ SFI പ്രവർത്തകർ, SFIയുടെ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ മർദ്ദിച്ചത്. യൂണിറ്റ് റൂമിൽ വെച്ചായിരുന്നു മർദ്ദനം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 11-ാം തീയതിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ആദ്യം ഒരു അടിപിടി കേസുകളായിട്ടാണ് ഇത് ചിത്രീകരിച്ചത്. അന്ന് അങ്ങനെ ഒരു വാർത്തയാണ് പുറത്തു വന്നത്. തുടർന്ന് ഈ വിദ്യാർത്ഥികളുടെ, അതായത് ബിൻസിന്റെ പരാതിയിൽ കഴക്കൂട്ടം പോലീസ് 7 വിദ്യാർത്ഥികളെതിരെ കേസെടുത്തിരുന്നെങ്കിലും ഇത് റാഗിംഗ് വകുപ്പ് ചുമത്തിയിരുന്നില്ല. പിന്നീടാണ് കോളേജിനകത്തെ ആന്റി റാഗിംഗ് സെല്ല് അന്വേഷണം നടത്തിയത്. ഈ ആരോപണ വിദ്യാർത്ഥികളുടെ, അതേപോലെ തന്നെ പരാതിക്കാരുടെ വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷകർത്താക്കളുടെയും മറ്റു വിദ്യാർത്ഥികളടക്കം മൊഴി രേഖപ്പെടുത്തി. അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ബിൻസ് പറഞ്ഞത് ബിൻസിനെ തട്ടിക്കൊണ്ടുപോയി യൂണിറ്റ് ബലമായി പിടിച്ചുകൊണ്ടുപോയി യൂണിറ്റ് റൂമിനകത്ത് കയറ്റി മർദ്ദിച്ചു എന്നാണ്. ഈ വിദ്യാർത്ഥിയുടെ ആ മൊഴിയിൽ തന്നെ അതിൻ്റെ ഒരു ഗൗരവം വ്യക്തമാണ്. കാരണം അതിക്രൂരമായിട്ടായിരുന്നു മർദ്ദനം. തുടർന്നാണ് ഈ അന്വേഷണം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് പ്രിൻസിപ്പലിന് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിൽ പറയുന്നത് റാഗിംഗ് തന്നെ എന്നായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിൻസിപ്പൽ ഇപ്പോൾ 7 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ആ വിദ്യാർത്ഥികൾ ഇവരാണ്. 3ാം വർഷ വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ. ഇവർക്കെതിരെ മറ്റു നടപടികൾ, അതായത് കോളേജിൽ നിന്ന് ഈ പുറത്താക്കുന്ന അടക്കമുള്ള നടപടികൾ ഇനി സർവകലാശാലയായിരിക്കും തീരുമാനിക്കുക. സർവകലാശാലയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടായിരിക്കും ഇവർക്കെതിരെയുള്ള അടുത്ത ഘട്ട നടപടികളിലേക്ക് തീരുമാനമെടുക്കുക. നിലവിൽ എന്തായാലും പോലീസ് ഈ അടിപിടി കേസ് ആ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. ഈ പ്രിൻസിപ്പലിൻ്റെ റിപ്പോർട്ട് കൂടി ഈ കഴക്കൂട്ടം പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി റാഗിങ്ങിൻ്റെ വകുപ്പുകൾ കൂടി ചുമത്തും. ഈ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളടക്കം ഇനി ഇതിനെ തുടർന്ന് ഉണ്ടാകും. കാശ്മീർ, അജീഷ് ജയകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. SFI പ്രവർത്തകർ ഭാരവാഹികൾ ക്രൂരമായി മർദ്ദിച്ചു എന്നതാണ് ഈ വിദ്യാർത്ഥിയുടെ പരാതി. യൂണിയൻ ഓഫീസിൽ കൊണ്ടുപോയി മുട്ടുകുത്തിച്ച് നിർത്തി ചെയ്യാവുന്ന വൃത്തികേടൊക്കെ ചെയ്തു എന്നൊക്കെയാണ് ഈ വിദ്യാർത്ഥി പറയുന്നത്. റാഗിങ്ങിൽ ഈ പ്രതികൾക്കെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് നീക്കം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇത്തരത്തിലുള്ള ക്രൂരമായ റാഗിങ്ങിൻ്റെ ഈ വാർത്തകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു. അത് വരുമ്പോഴും അതിൽ നടപടി ഉണ്ടാകുമ്പോഴും പിന്നെയും ക്യാമ്പസുകൾ അത് ആവർത്തിക്കുന്നു എന്നുള്ളത് അതീവ ഗുരുതരമാണ്, അതീവ ഗൗരവതരമാണ്.